അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ 10 വിട പറഞ്ഞ് മൂന്നാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ദിനങ്ങൾ വളരെ കുറവാണ്, സമയങ്ങൾ വളരെ കുറവാണ്. ശഅബാൻ വിട പറഞ്ഞ് റമളാൻ ഇതാ നമ്മളിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് റമളാനിനെ സ്വീകരിക്കേണ്ടത് വെറുതെ പാപങ്ങൾ ചെയ്തവരായിട്ടല്ല, പാപങ്ങൾ കഴുകിക്കളഞ്ഞവരായിട്ടാണ്. റമളാൻ വന്നിട്ടല്ല പാപം പൊറുപ്പിക്കേണ്ടത്, റമളാൻ വരുന്നതിന് മുമ്പേ പാപങ്ങൾ പൊറുപ്പിക്കണം. അതിന് പറ്റിയ ഒരു അവസരമാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദിക്റിൻ്റെ നമ്മുടെ മജ്ലിസ്, നമ്മുടെ സ്വലാത്തിൻ്റെ മജ്ലിസ്, നമ്മുടെ തസ്ബീഹിൻ്റെ മജ്ലിസ്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെല്ലുന്ന ഇബാദത്തുകൾ അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്. കുഞ്ഞുമക്കൾക്ക് പലപ്പോഴും കണ്ണേർ ഏൽക്കാറുണ്ട്, ചിലപ്പോൾ കൊതി ഏൽക്കാറുണ്ട്. അപ്പോൾ ചെറിയ മക്കൾക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങൾ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ ചിലപ്പോൾ ചില വസ്ത്രങ്ങൾ, അതുപോലെ നമ്മുടെ ഉപയോഗിക്കുന്ന വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മറ്റ് ബന്ധുമിത്രാദികൾ, ഇവർക്കാർക്കും ഒരു കണ്ണേറോ ഒരു സിഹറോ ഒരു ഉപദ്രവമോ ഒരു കരിനാക്കോ ഒരു മോശത്തരമോ ഉണ്ടാവാതെ സംരക്ഷിക്കാൻ പറ്റിയ അത്ഭുതപ്പെടുത്തുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതാദ്യമായിട്ട് ഒരുപക്ഷെ കേൾക്കുന്നതാവാം, പറയാൻ ആദ്യം ഇച്ചിരി പ്രയാസം പോലെ തോന്നുമെങ്കിലും വളരെ എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് സമയം ആ ഒരു ദിക്ർ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. ശഅബാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റുകളുണ്ട്, സ്വലാത്തുകളൊക്കെ ഉണ്ട്. ആ സ്വലാത്തുകളിൽ അതിപ്രധാനപ്പെട്ട ഒരുപാട് സ്വലാത്തുണ്ട്. നമുക്കറിയാവുന്ന ഏത് സ്വലാത്തും അധികരിപ്പിക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവൂ. അപ്പോൾ സ്വലാത്ത് മൊത്തത്തിൽ ചൊല്ലിയാൽ നേട്ടമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനും അവിടുത്തെ
മുസാഫഹ ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടി നബിയോടൊപ്പം സ്വർഗത്തിൽ ഇരിക്കാനുമുള്ള അവസരം നമുക്ക് വാങ്ങിത്തരുന്ന ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. اللهم صل على سيدنا محمد والآل والصحاب سلم. 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 ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരിഫീങ്ങളായ ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവർ അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കുന്നവരാണ്. അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നത്, അവർ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നു, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, പേരുകൾ എടുത്തു പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഔലിയാക്കന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മും അതുപോലെ ദിക്റും കൂടി ചേർത്തിട്ടുള്ള ഒരു വചനമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഔലിയാക്കന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ദിക്റും നമുക്ക് പര്യാപ്തമായതാണ്. ഏതാണ് ആ ദിക്ർ? അള്ളാഹുവിൻ്റെ ഇസ്മും ദിക്റും ചേർത്തിട്ടുള്ള ആ ഒരു വചനം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. യാ ഹയ്യൂ യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് യാ ഹയ്യു 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 യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്
യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്. നമ്മൾ പറയാൻ പോകുന്ന ഒരു ദിക്ർ അതിശ്രേഷ്ഠമായ ഒരു തസ്ബീഹ്. അതായത് ഈ തസ്ബീഹ് ഒരാൾ എത്രമാത്രം അധികരിപ്പിക്കുന്നോ അത്രമാത്രം അവൻ്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. മാത്രമല്ല എത്രമാത്രം അധികരിപ്പിക്കുന്നോ ആവർത്തിക്കുന്നോ അതിനനുസരിച്ച് അല്ലാഹു തആല സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കും. സ്വർഗത്തിൽ വൈഢൂര്യത്തിൻ്റെ കൊട്ടാരം അല്ലാഹു കൊടുക്കും. അവൻ്റെ തിന്മകൾ മായ്ച്ചു കളഞ്ഞ് നന്മകൾ അല്ലാഹു വർദ്ധിപ്പിക്കുന്നതാണ്. ഏതാണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു ദിക്ർ പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. 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 ഒരുപാട് ആപത്തുകളെ തൊട്ട് തടയപ്പെടുന്ന, ഒരുപാട് ജീവിതത്തിൽ നമുക്ക് വരുന്ന ആപത്തുകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ നിന്നെല്ലാമുള്ള വലിയ കാവൽ കിട്ടുന്ന ഒരു ദിക്റാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ, ഇസ്മുൽ ആളം അടങ്ങിയ ഒരു ചെറിയൊരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക
برحمتك أستغيث يا حي يا قيوم 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 برحمتك أستغيث. ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന ഒരു ദിക്ർ ജീവിതകാലം മുഴുവനും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ നേട്ടമാണ്. ഒരുപാട് സഹോദരിമാർ ഗർഭിണികളാണ്, അവർക്കൊക്കെ ഖൈറായ നല്ല പ്രസവമുണ്ടാവാൻ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളുണ്ടാവാൻ, മക്കളുണ്ടായിട്ട് മക്കൾ നന്നാവാൻ ദ്വാരക്കുന്നവരുണ്ട്, ആ മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടാൻ, അതുപോലെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, കടങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, മാറാരോഗങ്ങൾ, ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ കരളിന് പ്രശ്നം, കിഡ്നിക്ക് പ്രശ്നം, ഇതുപോലെ 100 പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള ഏറ്റവും വലിയ ഒരു ദിക്ർ, ഏറ്റവും വലിയൊരു ദിക്ർ, സ്വർഗത്തിൻ്റെ നിധിയാണെന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ച് പറയുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, 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 ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലും അവിടുത്തെ സ്വഹാബാക്കളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്തും സ്വലാമും ചൊല്ലിയിട്ടുള്ള ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അതിശ്രേഷ്ഠമായ ഒരു സ്വലാത്താണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒന്നിച്ച് പറയുക.
اللهم صل على محمد وعلى آله وصحبه وسلم 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 അൽഹംദുലില്ലാ നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇതുപോലുള്ള ഇൽമിന്റെ മജ്ലിസിൽ, ഈ ദിക്റിന്റെ മജ്ലിസിൽ, സ്വലാത്തിന്റെ മജ്ലിസിൽ ഇരിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. അർഹമുർ റഹീമീനായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഒറ്റക്കും കൂട്ടായും അറിഞ്ഞ
അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്. ഞങ്ങൾ ഏറ്റുപറയുകയാണ്, എല്ലാ തെറ്റുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഉസ്താദുമാര്, ഭാര്യമാര്, അതുപോലെ ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവൻ ഞങ്ങളോട് ഒരുപാട് പേര് ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരു ദിക്റിന്റെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ, പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് പേര് രോഗികളായി കഴിയുന്നുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, ഞങ്ങളുടെ കിഡ്നിക്ക് പ്രോബ്ലം ആക്കല്ലേ റഹ്മാനെ. കരള് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നീ ഖുവ്വത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഇനി നിന്റെ ഖളായിൽ ഞങ്ങൾക്ക് മരണം അടുത്താണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി എല്ലാവരോടും പൊരുത്തം ചോദിച്ച് ആരോടും പിണക്കമില്ലാതെ നല്ല സ്വാലിഹായ മരണം, സ്വാലിഹായ ആളുകൾ മരിക്കുന്നത് പോലെയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. രോഗികളായ ആളുകളുണ്ട്, അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികളായ ആളുകൾ ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾ ദുആ വസിയത്ത്, അല്ലാഹുവേ, അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഒരുപാട് സാലറികൾ പെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് ദുആ രക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ പ്രതിസന്ധി നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ ശഅബാൻ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. വരുന്ന റമദാൻ മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അതുവഴി സ്വർഗത്തിൽ കടക്കാനും തൗഫീക്ക് നൽകണേ റഹ്മാനെ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. മാനസികമായ പ്രയാസങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ അസ്വസ്ഥതകൾ എല്ലാം നീ മാറ്റി സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ വരികയാണ്, ഉന്നതമായ വിജയം നൽകണേ അല്ലാ. SSLC പരീക്ഷയുണ്ട്, +1, +2, അതുപോലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾ, വലിയ ക്ലാസ്സുകൾ, ഡിഗ്രി, എല്ലാ മക്കളുടെയും പരീക്ഷകൾ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കൾക്ക് നീ ബുദ്ധി കൊടുക്കണേ അല്ലാ, ബുദ്ധികൂർമ്മത കൊടുക്കണേ അല്ലാ. അല്ലാഹു, പടച്ചവനെ, പഠിച്ചതൊക്കെ ഓർമ്മയിൽ വെച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതാനുള്ള തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ മക്കളിലുള്ള ദുശീലങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് വാശിയുള്ളവരുണ്ട്, അതുപോലെ മയക്കുമരുന്നിന് അടിമകളായവർ, അതുപോലെ തന്നെ മോശത്തരത്തിന് അടിമയായവർ, മൊബൈലിന് അഡിക്റ്റ് ആയവർ, റഹ്മാനെ, എല്ലാവിധത്തിലുള്ള ദുശീലങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സ് സ്ഥിരമായി കേൾക്കുന്ന, ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞവരാണ്. എല്ലാവരുടെയും എല്ലാ ദുആ വസിയത്തുകളും നീ ഖബൂലാക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, പ്രതിസന്ധികൾ മാറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഖൈർ എന്താണോ അത് ഞങ്ങൾക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞു മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തവരാണ്, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേര് ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിലാണ്. അവർക്കെല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് ക്യാൻസർ രോഗികളാണ്, മറ്റു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ റബ്ബേ, എല്ലാവർക്കും, ഞങ്ങൾക്കും അവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഉംറ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട്, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും സലാമത്തും ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ലോക മുസൽമാൻ നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റഹ്മാനെ. അല്ലാഹു, ഇന്ത്യ മുസ്ലിമീങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഫലസ്തീനിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു, എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത്
ആപത്ത് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുആഇന്റെ ഈ ദിക്റിന്റെ ഒക്കെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ തട്ടി മാറ്റണേ അല്ലാഹുവേ. ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ ഹിഫാദത്ത് നൽകണേ അല്ലാ. പറ്റിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്, അതിനെ തൊട്ട് കാക്കണേ അല്ലാ. വഞ്ചിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹലാലായ പൈസ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹറാമായ പൈസയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മറ്റുള്ളവർ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ പൈസ കൊണ്ടുപോകുന്ന, ഞങ്ങളുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്ന അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. ഒരുപാട് പേര് ഗതികേട് കൊണ്ട് റബ്ബേ ബാങ്ക് ലോൺ എടുത്തവരാണ്, അതടക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. അതുപോലുള്ള അവസ്ഥകൾ ആർക്കെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലുള്ള അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ റഹ്മാനെ. സാമ്പത്തികമായ ഭദ്രത നൽകണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഖൈറായിട്ട് നീ അത് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഇബാദത്തുകൾ, പ്രത്യേകിച്ച് ബറാഅത്ത് രാവിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ഇബാദത്തുകളുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി വരുന്ന വർഷങ്ങളിൽ നല്ല സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ചതികളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ജിസിക്കിൽ നീ വിശാലത നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് മരണം എപ്പോഴാണോ വിധിച്ചിട്ടുള്ളത് ഖൈറായ മരണം തരണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടുപോയവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മൾ ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതുപോലുള്ള ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, ദുആഇനെ കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.